കല്യാണമൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ജീവിതം? സുഖമായിട്ട് പോകുന്നു, പിന്നെ സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല പറഞ്ഞത്. കാരണം എൻ്റെ അച്ഛൻ പോലീസാണ്. അല്ല, ഇപ്പം അച്ഛൻ പോലീസായിരുന്നു. അച്ഛനാനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മക്കൾക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചെറിയ ഒരു പോലീസുകാരന്റെ മകളാണെന്നുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആള് വളരെ പാവാണ്. പക്ഷെ ആ ഒരു ധൈര്യം ചെറുപ്പം മുതലേ ഉണ്ടാവുമല്ലോ പെൺകുട്ടികൾക്ക്. നീ ആ പറഞ്ഞതിന്റെ ആ ഷോട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ ഞാനാണോ അച്ഛനാണോ എന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ചിലപ്പോ ഞാൻ ആ ജോലിക്ക് കയറും. അച്ഛൻ സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. കിട്ടുമല്ലേ അത്? അപ്പൊ ഞാൻ ആ ജോലിക്ക് ജോലിയൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. പോവാനുള്ള ഒരു മടി, ആൾക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല. ഞാൻ എൽബി എടുത്ത് ചോദിക്കുന്നത് അതിനുള്ള ആരോഗ്യമുണ്ടോ? ഏത് പോലീസായിട്ട്? ഇല്ലാന്ന് പറഞ്ഞാലും ചീത്ത വെക്കും, ഉണ്ടെന്ന് പറഞ്ഞാലും ചീത്ത വെക്കും. അല്ല, കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഈ ഓൾ ഇന്ത്യ റേഡിയോയില് നാടകങ്ങളൊക്കെ എഴുതിയിരുന്നു? ഉണ്ടായിരുന്നു. അന്ന് ഈ ടെലിവിഷനൊക്കെ സജീവമാവുന്നതിന് മുമ്പ് ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ളൊരു ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ബാലരമ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ നോക്കാറുണ്ട്. ഒന്നും വരാറില്ല, കൂടുതലും തിരിച്ചു വരും. പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയക്കുന്നു. പത്രാധിപർ എന്ന് പറഞ്ഞൊരു സൈൻ, അത് തന്നെ വലിയൊരു അവാർഡായിരുന്നു അന്ന്. കണ്ടല്ലോ. അതെ, കണ്ടല്ലോ. അപ്പം റിപ്ലൈ കിട്ടുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു ഇതായിരുന്നു. അപ്പം ആ സമയത്ത് ഈ പ്രസാർ ഭാരതി ഓൾ ഇന്ത്യ ലെവലിൽ നാടകരചനാ മത്സരം നടത്തും എല്ലാ വർഷവും. അതിൽ ഏറ്റവും മികച്ച കോമഡി വിഭാഗത്തിലുള്ള നാടകത്തിന് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് ലഭിച്ചു. അതാണ് ഫസ്റ്റ് കിട്ടിയൊരു അംഗീകാരം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അത് ശരിയായി എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം? എൻ്റെ വീട്ടിൽ നമ്മൾ ഈ ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മയും നമ്മളൊക്കെ ഒരു നമ്മളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ അവർക്കൊക്കെ ആ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ ഒരു 14 വയസ്സ് മുതൽ ഒരു ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം, ഞാൻ സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ തുറന്നു പറയാം, ഒരു എത്തിസ്റ്റാണ്. ഞാനൊരു ചിന്താലയ നിരീശ്വരവാദി, എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ലാത്ത ഒരാളാണ്. സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വർഷങ്ങളായി അങ്ങനെ പള്ളിയിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിക്കുന്നത്, അങ്ങനെയായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർ എൻ്റെ പോലെ തന്നെ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. ആൾ ചെറുപ്പം മുതലേ പറയാറുള്ളത്, കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്നെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, പെണ്ണായിരിക്കണം, പ്രസവിക്കണം എന്നൊരൊറ്റ ഡിമാൻഡ് മാത്രമേ അപ്പം പറഞ്ഞിട്ടുള്ളൂ. അപ്സരയ്ക്കോ? ഇല്ല, ഒന്നുമില്ല. വിശ്വാസിയാണ് ഞാൻ, ഭയങ്കര വിശ്വാസമാണ്, ദൈവത്തിൽ വിശ്വാസമാണ്, വേറൊന്നും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെയാണ്? യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സ്വിറ്റ്സർലൻഡ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണെങ്കിൽ ഇതുവരെ പോകാൻ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. അവിടെ ഒന്നും. കല്യാണത്തിന് മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകാത്ത? കല്യാണം കഴിഞ്ഞ് 4 മാസമായുള്ളൂ. അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഷൂട്ടിംഗ് ഷെഡ്യൂള്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്നും ഷൂട്ടിംഗ് ഇല്ലായിരുന്നു? ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഇവിടെ ശംഖുമുഖം ബീച്ച് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. സാർ, ബീച്ച് പോണതാണ് ഏറ്റവും ഇഷ്ടം രണ്ടുപേർക്കും. പിന്നെ ഇവിടെ നമുക്ക് മാത്രം ഒരു സ്വന്തം ഒരു ബീച്ച് ഉണ്ടല്ലോ, അത് വിഴിഞ്ഞത്ത്. അതെല്ലാരും നമ്മളെ കളിയാക്കും. സ്വകാര്യ ബീച്ച് ഞങ്ങളുടെ. ആണോ? വിഴിഞ്ഞത്ത് വാങ്ങിച്ചതാണോ അതോ കയ്യേറിയതാ? അവിടെ അധികാരം വരാത്ത അവിടത്തെ ഈ സ്ത്രീധനമായിട്ട് വല്ലതും കൊടുത്താണ്. ഞാൻ സ്ത്രീധനം കൊടുത്തത്. അവിടത്തെ തദ്ദേശവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിന്റെ ബാക്കിൽ ഒരു ബീച്ച് ഉണ്ട്. അപ്പൊ അവിടേക്ക് അധികാരം അങ്ങനെ അധികമൊന്നും അവിടെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണ ഇപ്പം വേറെ ശംഖുമുഖത്തോ അങ്ങനെയൊക്കെ പോകുമ്പോ ഇപ്പൊ നമ്മൾ സീരിയൽ ഡെയിലി എന്താണ് പരിപാടി? വെള്ളത്തിൽ ഇങ്ങനെ കളിക്കും. ഈ കന്നിനെ കയം കാണിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ്. അപ്സര കടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റണമെങ്കിൽ പണി കുറെ എടുക്കണം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാടും. കഴിഞ്ഞ ജന്മം ചിലപ്പം വല്ല മത്സ്യകന്യക വല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ ആയിരുന്നു. ചേട്ടൻ പോത്തും അതോ തിമിങ്ങലോ? ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ട്. ഷൂട്ടിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട്. ഇനിയിപ്പം പോകാൻ പോണ? ഞാൻ ഇതുവരെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഞാൻ ഭയങ്കര ദേവീ ഭക്തയാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് മൂകാംബികയെ പോയി തൊഴണം എന്നുള്ളത്. അപ്പൊ കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കല്യാണത്തിന് മുന്നെയാണ് സാർ. അപ്പൊ ശരി, കിട്ടട്ടെ, അങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും പോവാന്നൊക്കെ പറഞ്ഞു.
കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായി ഇതുവരെ. ഈ ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് ചെറിയൊരു ഇളവ് കിട്ടും. വിശ്വാസികളാണല്ലോ. മൂകാംബികയ്ക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. മൂകാംബിക അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പം ആൽബിക്കും വിശ്വാസം ഉണ്ട്. അല്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ 19 വർഷം എന്ന് പറഞ്ഞു, 20 വർഷം എന്ന് പറഞ്ഞു. പക്ഷേ തെറ്റിക്കഴിഞ്ഞ കുടുംബ കലഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ 1 മണിക്കൂർ എടുക്കും ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും വിഭവം. ഇദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് 4 എണ്ണം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വായിക്കാത്ത വയ്ക്കാൻ കൊള്ളത്തില്ല, 1 മണിക്കൂർ ടൈം എടുത്ത് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. അപ്സര നന്നായി കുക്ക് ചെയ്യുന്നതാണ്. ഞാനും കുക്ക് ചെയ്യും പറഞ്ഞ പോലെ. നോൺ വെജ് കറികളൊക്കെ സൂപ്പറായിട്ട്, കാരണം ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഏകദേശം ഞാനൊരു 7th പഠിക്കുന്ന സമയം മുതലേ അമ്മ പറയും അടുക്കളയിൽ കയറണം, കുക്ക് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഞാനും ചേച്ചിയും കുക്കിംഗ് ഒക്കെ പഠിക്കുമായിരുന്നു. അപ്പൊ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷെ നോൺ വെജ് കറികൾ ഞാൻ ഉണ്ടാക്കണേക്കാൾ കൂടുതൽ ടേസ്റ്റും ചേട്ടൻ ഉണ്ടാക്കുമ്പോഴാണ്. അത് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളായതുകൊണ്ട് 364 ദിവസവും നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. ദുഃഖ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ബീഫ് വരട്ടിയതും ബീഫല്ല, പോർക്ക്. ഞാൻ ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം പോർക്ക് അങ്ങനെ ആൾക്കാർ കഴിക്കണ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പോർക്ക് കഴിച്ച് തുടങ്ങിയത് ചേട്ടൻ എനിക്ക് പോർക്ക് വെച്ച് തന്നപ്പോഴാണ്. ഭയങ്കര ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ആരുടെയോ ഒപ്പ് ഒരു ഭംഗിയില്ല. അതായത് നമ്മളൊരു 4 വർഷം മുമ്പ് ഒരു സീരിയൽ ചെയ്തു. അപ്പൊ ഞാനാണ് അത് എഴുതുന്നത്, ഞാനാണ് സംവിധാനം ചെയ്യുന്നത്, അപ്സര അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സീൻ എടുക്കുമ്പോൾ ഇതിങ്ങനെ മുൻകൂട്ടി എഴുതി കൊണ്ടുപോയി ചെയ്യുന്നല്ലോ. ഓരോ എപ്പിസോഡ് ഓരോ കഥയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സീൻ എടുക്കും, അത് അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് പറയാം, അല്ലെങ്കിൽ ക്യാമറ ചേഞ്ച് കൊണ്ട് അവിടെ മോളിൽ പോയി വരുന്ന അടുത്ത സീൻ എഴുതും. 1 ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഡയലോഗിനെ എഴുതി കൊണ്ട് വെക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട്, ചേട്ടാ എന്ത് ഒരു ഹെൽപ്പ് ചെയ്യോ, എന്ത് താഴെ എനിക്ക് ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്, അതൊന്ന് പോയി വാങ്ങുമോയെന്ന് വെച്ചു. ഞാൻ താഴെ രജിസ്റ്റേർഡ് ഞാൻ അവിടെ എഴുതിക്കൊണ്ട്, നീ അവിടെ വേറെ സെറ്റ് യൂണിറ്റിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് എന്തിനു പറയുന്നത്? അതല്ല, ചേട്ടൻ പോയി ഒപ്പിട്ട് വാങ്ങ്, നിനക്ക് വന്ന് രജിസ്റ്റേർഡ് ഞാനെങ്ങനെ ഒപ്പിടും, നീ പോയി ഒപ്പിട്ടിട്ട് വാങ്ങിക്കണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും എഴുതോടെ, അപ്പം ചേട്ടൻ പോയി ഒപ്പിട്ട് വാങ്ങും. നിനക്ക് വന്ന രജിസ്റ്റേർഡ് ആണെങ്കിൽ നീ പോയി ഒപ്പിട്ട് മേടിക്ക്. അല്ല, ചേട്ടൻ പോയി ഒന്ന് ഒപ്പിട്ട് മേടിക്കേട്ടാ, ചേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, എൻ്റെ ഒപ്പ് കൊള്ളൂല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശം, ചേട്ടൻ നല്ലതാണല്ലോ, ചേട്ടൻ പോയി ഒപ്പിട്ട് വാങ്ങി. ഞാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ, ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടാണ് ഒപ്പിടുന്നത്, അതുല്യാന്ന് എഴുതിയിട്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഒപ്പ് നമ്മുടെ പബ്ലിക്കിന് വേണ്ടി ഒന്നിട്ട്, അതായത് വിത്ത് റെസ്പെക്ട് അല്ലെങ്കിൽ വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എഴുതിയിട്ട് അപ്സര എന്ന് എഴുതിയിട്ട് ഒരു ഒപ്പ്. ഞങ്ങളിത് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം, എങ്കിൽ അത് വാലിഡ് ആവുള്ളൂ. അപ്പം നമ്മൾ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, രജിസ്ട്രാറിന് മുന്നിൽ വെച്ചിട്ടെങ്കിലും ചേട്ടൻ്റെ നല്ല ഒപ്പ് ചേട്ടനെന്ന് പറയരുത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. എന്താ കുഴപ്പം? ഇല്ല സാർ, നോക്കട്ടെ, കൊള്ളൂല, നോക്കട്ടെ. ഇത് നല്ല ഐശ്വര്യമായിട്ടുണ്ട്, നല്ല കൈയക്ഷരം, നല്ല ഒപ്പ്. ഇതിൽ കൂടുതൽ എന്താണ്? സാറിനെ സമാധാനിപ്പിക്കാനാണെങ്കിലും അല്ല, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്.